الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي بسم الله. അപ്പം ഇന്നത്തെ ടോപ്പിക്ക് കോപത്തിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്, പിന്നെ കുറച്ച് പാഠങ്ങൾ അല്ലെ, അതാണ് ടോപ്പിക്ക് പറഞ്ഞിട്ടുള്ളത്. കോപം എന്ന് പറയുമ്പോ തന്നെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഏതായത്താ? സുഹൃത്ത് ആലിമ്രാനിലെ ആയത്ത് അല്ലെ, 133 134 ആയത്ത് അല്ലെ. അതായത് മുത്തഖീങ്ങളുടെ ലക്ഷണത്തെ കുറിച്ച് പറയുന്ന ആയത്തില് വസാരിയോ അല്ലെ, എവിടേക്കാണ് നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നേറേണ്ടത്? ഇല മഅ്ഫിറത്തിൻ മിർ റബ്ബിക്കും, അള്ളാഹുവിൽ നിന്ന് അല്ലെ, നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള മഅ്ഫിറത്തിലേക്കും, അതുപോലെ വജന്ന, അവന്റെ സ്വർഗം അല്ലെ, സ്വർഗം നേടിയെടുക്കാനും. എങ്ങനെയുള്ള സ്വർഗം? അല്ലെ, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പാപമോചനത്തിലേക്ക് നിങ്ങൾ സാരിയോ എന്നാ പറയുന്നത് അല്ലെ. നമുക്ക് ഈ ആയത്ത് എല്ലാവർക്കും പരിചയമുള്ള ആയത്താണ് അല്ലെ. ധൃതി പെട്ടുകൊണ്ട് നിങ്ങൾ മുന്നേറുക. എന്നിട്ട് ആ മുത്തഖീങ്ങളുടെ ലക്ഷണങ്ങളാണ് താഴെയുള്ള ആയത്തുകളിലായിട്ട് പറയുന്നത് അല്ലെ. അതില് ആദ്യത്തെ ലക്ഷണം എന്താ? അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദറാ അല്ലെ. അതായത് സന്തോഷ അവസ്ഥയിലും അവരെന്ത് ചെയ്യും? ദാനം ചെയ്യും. അതുപോലെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലും ദാനം ചെയ്യും അല്ലെ. ഒരാള് നല്ല അവസ്ഥയിൽ ഇരിക്കുമ്പോ ദാനം ചെയ്യുന്നതിനേക്കാൾ ഇരട്ടി പ്രതിഫലം ഉണ്ട് അല്ലെ. ബുദ്ധിമുട്ടുള്ള, ഞാൻ തന്നെ ആവശ്യക്കാരനായിരിക്കുന്ന സമയത്ത് ദാനം ചെയ്യുന്നതിന് കുറച്ചും കൂടി പ്രതിഫലം ഉണ്ട് അല്ലെ. അതുപോലെ അത് ആദ്യത്തെ ലക്ഷണം പറഞ്ഞു. അങ്ങനെയുള്ള ആളുകൾക്കാണ് എന്താണ്? അള്ളാഹുവിന്റെ മഅ്ഫിറത്ത് അല്ലെ, അതുപോലെ വിശാലമായിട്ടുള്ള സ്വർഗം. പിന്നെ രണ്ടാമത്തെ ലക്ഷണം എന്താ പറയുന്നത്? എന്ന് പറഞ്ഞാൽ എന്താ? അവരെന്താ? കോപത്തെ വിഴുങ്ങും അല്ലെ. കോപം വരുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? ആ കോപത്തിനെ അവര് വിഴുങ്ങിക്കളയും. മാത്രല്ല വലാഫീന അനിന്നാസ്, അവര് ജനങ്ങൾക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യും അല്ലെ, മാപ്പ് നൽകുകയും ചെയ്യും. അള്ളാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അള്ളാഹു സുബ്ഹാനഹു തആല മുഹ്സിനീങ്ങളായിട്ടുള്ള ആളുകളെ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നു അല്ലെ. അപ്പൊ അവിടെ പറഞ്ഞിട്ടില്ല, നമ്മുടെ വിഷയം തന്നെയാണ്. കോപം വരുമ്പോ അവരെന്താ ചെയ്യുന്നത്? അത് വിഴുങ്ങിക്കളയും. എന്നിട്ട് അടുത്ത ആയത്തില് പിന്നെ ലക്ഷണങ്ങൾ പറയുന്നുണ്ട് അല്ലെ. വല്ലദീന ഇദാ ഫഅലു ഫാഹിഷ, അവരെന്താ വല്ല നീചകൃത്യം ചെയ്തു പോയ, അല്ലെങ്കിൽ വലമു അൻഫുസഹും, അവർ സ്വന്തത്തോട് എന്തെങ്കിലും അല്ലെ അക്രമം ചെയ്തു പോയാൽ അവരെന്താ അടുത്ത നിമിഷം അവർ അല്ലെ, അള്ളാഹിനെ പറ്റി അവര് ഓർക്കും. പെട്ടെന്ന് തന്നെ ആ ഒരു തെറ്റിൽ നിന്ന് അവരത് വിരമിച്ചു കളയും അല്ലെ. എന്നിട്ട് അവരെന്ത് ചെയ്യും? അവര് പാപമോചനം തേടും. ചെയ്തു പോയ തെറ്റിന് പെട്ടെന്ന് തന്നെ അവര് ഇസ്തിഗ്ഫാർ ചെയ്യും അല്ലെ. നമുക്ക് എല്ലാവർക്കും ഒരു ആശ്വാസം നൽകുന്ന, എപ്പോഴും ഒരു ആശ്വാസം നൽകുന്ന ഒരു വചനാണ് അല്ലെ. ആരാണ് പാപങ്ങൾ പൊറുക്കാന്? അള്ളാഹു അല്ലാതെ വേറെ ആരാ ഉള്ളത് അല്ലെ. അപ്പം എപ്പോഴും നമുക്കൊരു ആശ്വാസം നൽകുന്ന ഒരു വചനാണ് അല്ലെ. പിന്നെ അങ്ങനെ അപ്പൊ അവര് അതായത് ചെയ്തു പോയ ഒരു തെറ്റ് അല്ലെ, വലം അവരെന്ത് ആ ഒരു ചെയ്തു പോയ പ്രവൃത്തിയിൽ അറിഞ്ഞുകൊണ്ട് അവർ ഉറച്ചു നിൽക്കാത്തവരാണ്. അവരത് പെട്ടെന്ന് മനുഷ്യരാണ്, പാപങ്ങൾ ചെയ്തു പോലെ ഇടയ്ക്കിടയ്ക്ക് തെറ്റ് ചെയ്തു. പക്ഷെ അവര് ഉടനെ തന്നെ അതിൽ നിന്ന് വിരമിച്ച് അള്ളാഹിനെ ഓർത്തുകൊണ്ട് അവരെന്താ ഇസ്തിഗ്ഫാർ നടത്തും കൂടി ചെയ്യും. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ വിശാലമായിട്ടുള്ള സ്വർഗം അള്ളാഹു സുബ്ഹാനഹു തആല വാഗ്ദാനം ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഇവിടെ പറഞ്ഞ വിഷയം തന്നെയാണ്. അതായത് അവരെന്താ കോപം വരുന്ന ഒരവസ്ഥയിൽ അല്ലെ, അവരത് കോപത്തെ വിഴുങ്ങിക്കളയും. അപ്പം ഇവിടെ ആ കോപത്തിന്റെ വാക്കുകൾ നമുക്കറിയാം, ധാരാളം പല വാക്കുകൾ പരിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഉപയോഗിച്ചിട്ടുണ്ട്, സഹത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കോപത്തിനെ കുറിക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ചിട്ടുള്ള വാക്കുകളാണ് അല്ലെ. അപ്പൊ ഇവിടെ തമ്മിലുള്ള വ്യത്യാസം പറയാണ്. എന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാല് ഉള്ളിൽ ഇങ്ങനെ അമർഷ ഇങ്ങനെ നുരഞ്ഞു പൊങ്ങി ഇട്ടിട്ടുണ്ടാവും അല്ലെ. അതായത് പൊട്ടിത്തെറിക്കുന്നുള്ള രീതിയിൽ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഒരിക്കലും അത് പുറത്തെത്തിയിട്ടില്ല. അത് പുറത്തെത്തുമ്പോഴാണ് എന്താവുക? ഒളബാവുക.
മനസ്സിലായോ? അത് ഉള്ളിങ്ങനെ അമർഷവും വിദ്വേഷവും ഒക്കെ ഉണ്ടാവും. നമ്മളെ ആ ഒരു വ്യക്തിയെ കാണുമ്പോ ആള് പുറമേക്ക് നമുക്ക് ലക്ഷണമൊന്നും കാണാൻ ആള് കൂളായിട്ട് നമുക്ക് തോന്നുള്ളൂ. പക്ഷെ ഉള്ളിൽ ഫുള്ള് എന്താ പറയാ ഭയങ്കര ദേഷ്യവും അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള ഒരു അമർഷം ഒക്കെ ആയിട്ട് നിറഞ്ഞിരിക്കുകയായിരിക്കും. അപ്പൊ ഇപ്പൊ പൊട്ടുന്നുള്ള അവസ്ഥയിലായിരിക്കും അല്ലെ. അങ്ങനെ ആ ഒരു അവസ്ഥ വരുമ്പോ അവരെന്താ ചെയ്യുന്നത്? മുത്തക്കീങ്ങളായിട്ടുള്ള ആളുകള് അതിനെ വിഴുങ്ങൂല്ലേ. ഒരിക്കലും അത് ഒളവായിട്ട് മാറാൻ അവര് സമ്മതിക്കില്ല. അപ്പൊ അതാണ് അവരുടെ ഗുണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നത്. നമുക്കറിയാം നമ്മുടെ രക്ഷിതാവ് അല്ലെ, സർവ്വലോക സൃഷ്ടാവുമായിട്ടുള്ള റബ്ബ് പറയുന്നത് എന്താണ്? എന്റെ കാര്യം എന്റെ കോപത്തിനെ അതിജീവിച്ചിരിക്കുന്നു അല്ലെ. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല കഠിനമായി ശിക്ഷിക്കുന്നവനുമാണ്. പിന്നെ അള്ളാന്റെ കോപമുണ്ട് അല്ലെ. ഒളബ് പറയുമ്പം പരിശുദ്ധ ഖുർആനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അധികം ഒളബ് എന്നുള്ള പദം അള്ളാന്റെ കോപത്തിനെ കുറിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. എന്നാൽ പോലും റബ്ബ് എന്താണ് അല്ലെ, അള്ളാന്റെ കാരുണ്യം അതിനെ അതിജയിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ അതിന്റെ മേലെ അവന്റെ കാരുണ്യം അവൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ. പറയുമ്പം തന്റെ അടിമകളെ ശിക്ഷിക്കാനും പിന്നെ അവർക്കെതിരെ അല്ലെ എന്ത് കോപിക്കാനും എല്ലാം അധികാരമുള്ളവനാണ്. എങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ കാരുണ്യം അല്ലെ, എല്ലാത്തിലും ഉപരി ആ കാരുണ്യത്തിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ പിന്നെ നമ്മളുടെ കാര്യം പറയാനുണ്ടോ അല്ലെ. നമ്മള് പിന്നെ വേറൊരാളോട് കോപിക്കാൻ നമുക്ക് അവകാശമില്ല അല്ലെ. കോപിക്കുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഒരിക്കലും മേലെയുള്ള ആളുകളോട് നമ്മൾ കോപിക്കൂല അല്ലെ. നമ്മുടെ അധീനതയിലുള്ളവരോടും അതുപോലെ നമുക്ക് നമ്മുടെ താഴെയാന്നൊരു തോന്നലുള്ളവരോടാണ് നമ്മൾ എന്താ ചെയ്യുക? കോപിക്കുക. നമ്മളിപ്പോ ഒരു വീട്ടിൽ നോക്കുകയാണെങ്കില് മിക്കവാറും ഭർത്താവ് അല്ലെ ഭാര്യയോടോ മക്കളോടൊക്കെ, മാതാവ് നോക്കുകയാണെങ്കിൽ മക്കളോടായിരിക്കാം. പിന്നെ ഒരു വിദ്യാലയം നോക്കുകയാണെങ്കിൽ അധ്യാപികമാരില്ലേ, അല്ലെങ്കിൽ അധ്യാപകന്മാരും പെട്ടെന്ന് കുട്ടികളോട് ഞങ്ങളുടെ വിദ്യാർത്ഥികളോട് ചൂടാവുന്ന കാണാം. ഒരു ബോസ് ഒരു ഓഫീസിൽ നോക്കുകയാണെങ്കിൽ മേലധികാരി അല്ലെ തന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആളുകളോടായിരിക്കും പെട്ടെന്ന് എന്തെങ്കിലും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യാം. ഒരിക്കലും നമ്മുടെ മുകളിലുള്ള ആളുകളോട് നമ്മൾ ഒരിക്കലും കോപിക്കൂല അല്ലെ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ബോസിനോട് എത്രത്തോളം വിദ്വേഷവും എല്ലാം ഉണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ അവര് ഉള്ളില് ഒതുക്കും അല്ലെ. ഒരിക്കലും ബോസിനോട് പോയിട്ട് ചൂടാവൂല. കാരണം അങ്ങനെയാണ്. അപ്പൊ എപ്പോഴും നമ്മളെ ഒരാളോട് കോപിക്കുമ്പോ എപ്പോഴും എന്താ പറയാ നമ്മുടെ താഴെയുള്ളവരോട് തോന്നുന്നു നമ്മള് അടിച്ചമർത്താമെന്ന് കരുതുന്നവരോടാണ് നമ്മൾ അധികം കോപിക്കാൻ ഉള്ളത് അല്ലെ. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരാള് വന്നിട്ട് എനിക്കൊരു ഉപദേശം തരുമോ റസൂലേ എന്ന് പറയുമ്പോ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? ലാ തഗ്ളബ്. അവിടെയും ഒളബ് എന്നുള്ള പദമാണ് വരുന്നത് അല്ലെ. ലാ തഗ്ളബ്, നീ കോപിക്കരുത്. അതായത് പുറത്തേക്ക് ആ ദേഷ്യം വന്നു പോകരുത് അല്ലെ, നീ കോപിക്കരുത്. വീണ്ടും ആ വ്യക്തി ചോദിക്കുന്നുണ്ട്, ഇനി മറ്റെന്ത് ഉപദേശമാണ് താങ്കൾക്ക് എനിക്ക് തരാനുള്ളതെന്ന് ചോദിക്കുമ്പോഴും വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നീ നീ കോപിക്കരുത് അല്ലെ. വീണ്ടും ആ മനുഷ്യൻ ചോദിക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമതായിട്ടും പറയുന്നത് നീ കോപിക്കരുത്. അപ്പം 3 തവണയും നീ കോപിക്കരുതെന്ന് പറയുമ്പം അതിനൊരു പ്രാധാന്യം ഉണ്ട് അല്ലെ ആ ഒരു വിഷയം. അപ്പൊ നമ്മള് എന്താ പറയാ, ദേഷ്യം നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു വികാരമാണ്. പക്ഷെ അതൊരിക്കലും ആ ഒരു ദേഷ്യം നമ്മളെ അതിജയിക്കാൻ അല്ലെ ഒരിക്കലും നമ്മളത് ഇടവരുത്തരുത്. കാരണം നമുക്കറിയാം ആ ഒരു സമയത്ത് നമ്മൾ ആ ദേഷ്യത്തിന്റെ പേരില് ആ ഒരു സമയത്ത് ചിലപ്പോ നമ്മുടെ വായിൽ നിന്ന് ചിലപ്പോ ചില വാക്കുകൾ വന്നു പോലെ പിന്നീട് അതിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നത് നമ്മൾ തന്നെ ആയിരിക്കും. അപ്പൊ ഒരിക്കലും നമുക്ക് എല്ലാവർക്കും തോന്നുന്ന വികാരമാണ് എങ്കിൽ പോലും ദേഷ്യത്തിൽ ഒരിക്കലും നമ്മൾക്ക് അല്ലെ അത് നമ്മളെ അതിജയിക്കാന് ഒരിക്കലും അതിന് ഇടവരുത്തരുത്. പിന്നെ നമുക്കറിയാം എത്ര ബന്ധങ്ങൾ അതുമൂലം തകരുന്നുണ്ട് അല്ലെ. പിന്നെ കുടുംബ ബന്ധത്തില് വിള്ളല് വരുന്നുണ്ട്. അല്ലാതെ സുഹൃത്ത് ബന്ധങ്ങളിൽ ഈ പറഞ്ഞ പോലെ പെട്ടെന്നുള്ള എന്തെങ്കിലും ദേഷ്യം കാരണം നമ്മള് സംസാരിച്ചു പോകുന്ന കാരണം ആ ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട് അല്ലെ. അതുപോലെ സമൂഹത്തിലെല്ലാം എല്ലായിടത്തും പ്രശ്നമാണ്. അപ്പൊ ഈ ഒരു പെട്ടെന്നുള്ള നമ്മൾ ആ ഒരു പ്രതികരിക്കുന്നത്. അപ്പൊ ഇന്നാണെങ്കിൽ ചെറിയ കാര്യങ്ങൾ മതി ദേഷ്യപ്പെടാം. നമുക്കറിയാം നമ്മളിപ്പോ ഡ്രൈവ് ചെയ്ത് പോവാണെങ്കിൽ മുന്നത്തെ കാറ് കുറച്ചൊന്ന് സ്ലോ ആയാൽ അല്ലെ മുന്നത്തെ അല്ലെ വണ്ടി കുറച്ചൊന്ന് സ്ലോ ആയാൽ അപ്പൊ നമുക്ക് ദേഷ്യമാണ്. അപ്പൊ എന്താലോചിച്ചിട്ടാ ഈ ഓടിക്കുന്നത്? അല്ലെങ്കിൽ സംസാരിച്ച് പതുക്കെ പോവാണ്, അല്ലെങ്കിൽ പിന്നിൽ ഒരാള് ഹോൺ അടിച്ചാല് ഒക്കെ നമുക്കൊരു അസ്വസ്ഥതയാണ് അല്ലെ. നമുക്ക് എപ്പോഴും എന്താ പറയാ ഒരു ബുദ്ധിമുട്ടാണ്. നമുക്ക് ചെറിയ കാര്യം മതി. അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ അല്ലെ, ഭക്ഷണത്തിന്റെ കാര്യത്തില് ഉപ്പ് കൂടിയാലോ അല്ലെങ്കിൽ എരിവ് കൂടിയാലോ ഒക്കെ ഈ പറയുന്ന പോലെ ചിലപ്പോ
പൊട്ടിത്തെറിക്കും അല്ലെ. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ ആലോചിക്കുന്ന മറുവശം എന്താ വെച്ചാല്, അൽഹംദുലില്ലാ എനിക്ക് കഴിക്കാനൊരു ഭക്ഷണം ഉണ്ട് അല്ലെ. ഭക്ഷണം ലഭിക്കാത്ത എത്ര ആളുകളുണ്ട്. വെറും മണ്ണ് മാത്രം ഭക്ഷണമായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട് അല്ലെ. നമുക്കിപ്പ ഈ പല വാട്സാപ്പിലൊക്കെ എത്ര വീഡിയോസ് കാണാറുണ്ട്, ഒന്നുമില്ലാഞ്ഞിട്ട് മണ്ണ് മക്കള് വാരി തിന്നുന്ന അല്ലെ. അപ്പൊ അൽഹംദുലില്ലാ എനിക്ക് ഭക്ഷണം ഉണ്ട്. അതേപോലെ അകാരണമായിട്ട് ഭാര്യയും മക്കളെയും ചീത്ത പറയുന്ന അവരും ആലോചിക്കണം അല്ലെ. അൽഹംദുലില്ലാ എനിക്കൊരു കുടുംബമുണ്ട്. ഒരു കുടുംബമായി കഴിയാൻ ആഗ്രഹിക്കുന്ന എത്ര ആളുകളുണ്ടാവും. ആഗ്രഹിച്ചിട്ടും അല്ലെ ഒരു വിവാഹം നടക്കാത്തവരും അതുപോലെ ഒരു കുടുംബമാവാൻ ആഗ്രഹിക്കുന്ന എത്ര ആളുകളുണ്ട്. അപ്പൊ അതൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മള് ഉള്ള അനുഗ്രഹത്തിനെ വില മതിച്ചാൽ തന്നെ പലയിടത്തും പല പ്രശ്നങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാനും പറ്റൂലേ പല കാര്യങ്ങളും. പിന്നെ ഒരാള് പറയുന്നുണ്ട്, ആളുകള് 3 തരത്തിലാണ്. ഉയർന്ന ചിന്താഗതി ഉള്ളവര് അവരെപ്പോഴും ചിന്തിക്കുക എന്താ വെച്ചാല് ഉയർന്ന വലിയ വലിയ ആശയത്തെ കുറിച്ചും അല്ലെങ്കിൽ അത് നടപ്പിലാക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുക. അതേ സമയത്ത് ശരാശരി ബുദ്ധിക്കാര് അല്ലെ, ശരാശരി ആൾക്കാർ എപ്പോഴും കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യും. ഈ ചെറിയ ആളുകൾ ചെറിയ ഈ നമ്മളെ ഉയർന്ന ചിന്താഗതിക്കാരെപ്പോഴും വലിയ വലിയ ആശയങ്ങളും അത് നടപ്പിലാക്കാനും വേണ്ടി അവർ ചർച്ച ചെയ്യും. പക്ഷെ അതേ സമയത്ത് ശരാശരി ബുദ്ധിയുള്ളവർ ചെറിയ ചെറിയ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യും. അതേ സമയത്ത് അതിലും ചെറിയ ആളുകൾ എന്താ ആളുകളെ കുറിച്ചിട്ട് ചർച്ച ചെയ്യും അല്ലെ. അതായത് ചെറിയ മനസ്സുള്ളവരാണ് എപ്പോഴും ആളുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. പിന്നെ ആരെന്ത് പറഞ്ഞു, അവരെന്ത് ചെയ്തു, പിന്നെ ആരെ വിവാഹം ചെയ്തു, എന്തുകൊണ്ട് അവർ തമ്മില് ഇല്ലേ ഡൈവേഴ്സ് ആയി. ചിലപ്പോ നമ്മുടെ കുടുംബത്തിലാണെങ്കിൽ നമുക്കത് ഇരിക്കപ്പുറതി ഉണ്ടാവില്ല, എന്ത് കാരണമായിരിക്കും എന്നാലും അവര് പിരിയാനുള്ള കാരണം നമ്മൾക്ക് അത് അറിഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ലല്ലോ. പക്ഷെ ഒരു ഇരിക്കപ്പുറതി ഉണ്ടാവില്ലേ, എന്തുകൊണ്ടായിരിക്കും അവര് പിരിഞ്ഞത്. പിന്നെ നമുക്കൊരു അവര് തമ്മിൽ യോജിപ്പിച്ച് ചേർക്കുകയാണെങ്കിൽ പിന്നെ ഉണ്ട് അല്ലെ ഒരു കാര്യം. അല്ലാതെ ഈ പറഞ്ഞ പോലെ അതിലൊന്നും നമുക്കൊരു അത് അറിഞ്ഞിട്ട് നമുക്കൊരു കാര്യമില്ല അല്ലെ. അപ്പൊ അവിടെ പ്രശ്നങ്ങളെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും ഈ ചെറിയ ചെറിയ ബുദ്ധിയുള്ള ആളുകൾ. പക്ഷെ അതേ സമയത്ത് ശരാശരി ബുദ്ധിക്കാരെപ്പോഴും ഈ പറഞ്ഞ അവര് കാര്യങ്ങളെ ചർച്ച ചെയ്യുന്ന പറഞ്ഞല്ലോ, ഞാൻ ഇന്ന കാറ് വാങ്ങി, ഇന്ന ഫോണ് വാങ്ങി, അല്ലെങ്കിൽ ഇന്ന വില്ല വാങ്ങി, അങ്ങനെയൊക്കെ ആയിരിക്കും അവർ ചിന്തിക്കുക. അതേ സമയത്ത് ഉയർന്ന ചിന്താഗതിക്കാരെ ആയിരിക്കും എപ്പോഴും സഹജീവികളെ കുറിച്ചൊക്കെ ആലോചിക്കുക, അവരുടെ ഉന്നമനത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാം. ഇപ്പൊ നമുക്കറിയാം അല്ലെ, നമ്മുടെ അഡ്മിൻസിനെ മാഷാ അല്ലാഹ് സുബ്ഹാനല്ലാഹ് അവര് തന്നെ പോലെ നമ്മളെ ദീനിന് വേണ്ടി ഇനി എന്തൊക്കെ ചെയ്യാം, പിന്നെ എങ്ങനെയൊക്കെ നമ്മുടെ ദീനെ സ്പ്രെഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ മുസ്ലിം സമുദായത്തിൽ തന്നെ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് എങ്ങനെയൊക്കെ കുറച്ച് എന്താ പറയാ അവരെയൊക്കെ ഉന്നമനത്തിൽ എത്തിക്കാം. അല്ലെങ്കിൽ പലരുടെയും കഷ്ടപ്പാട് അല്ലെ അവർക്ക് മോചനം നേടാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും വലിയ വലിയ ഉയർന്ന ചിന്താഗതിയുള്ള ആളുകൾ ചിന്തിക്കുക. അപ്പൊ നമ്മളെപ്പോഴും ഒരു ചെറിയ ചിന്താഗതിക്കാരായി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക അല്ലെ. അതായത് ആളുകളെ കുറിച്ചും പിന്നെ ഗോസിപ്പുകൾ അല്ലെ, അവരെന്ത് ചെയ്തു, ഇവരെന്ത് ചെയ്തു, അവരെന്ത് പറഞ്ഞു, ഇവരെന്ത് പറഞ്ഞു, അവര് തമ്മിൽ എന്താ അകലാൻ കാരണം, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങള് ചിന്തിക്കാതെ വലിയ വലിയ ഈ പറഞ്ഞ പോലെ ഉയർന്ന ചിന്താഗതിക്കാരാവാൻ നമ്മള് ശ്രദ്ധിക്കാം. നമ്മുടെ ദീനിന്റെ പുരോഗമനത്തിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മള് ചിന്തിക്കാം. അപ്പൊ ഈ സാധാരണഗതിയില് ഒരാള് ദേഷ്യപ്പെടുക ഈ പറഞ്ഞ പോലെ ആളുകളോടോ അല്ലെങ്കിൽ ഈ വസ്തുക്കളോടെ മേലെ ആയിരിക്കും അല്ലെ. പിന്നെ അയാൾ എന്നാലും എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, എനിക്കൊരു അവസരം കിട്ടട്ടെ അല്ലെ. നമ്മൾ ഒരുവിധ ആൾക്കാരൊക്കെ പറയാ നാളെ ഒരു അവസരം എനിക്ക് കിട്ടട്ടെ, അപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കാം. അപ്പൊ ആ ഒരു അവസരത്തിനായിട്ട് നമ്മൾ കാത്തിരിക്കുക ചെയ്യുന്നത് അല്ലെ. നമ്മളോട് ഇന്ന ആള് ഇന്ന പോലെയൊക്കെ ചെയ്ത് നാളെ ഒരു അവസരം എനിക്ക് വരും, അപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കാന്ന രീതിയിലായിരിക്കും പറയാം. അല്ലെങ്കിൽ ഇപ്പൊ ഒരു നടന്നു പോകുന്ന വഴിയിൽ ഒരു കല്ല് കെട്ടിയാല് അല്ലെ, ആ കല്ലിനെ പ്രാകും. അല്ലെങ്കിൽ ഇതാരെവിടെ കൊണ്ടിട്ടത്, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ആ കല്ലിനെ പ്രാഗിയിട്ടേ പോവുള്ളൂ. അപ്പൊ ഒന്നെങ്കിൽ ആളുകളുടെ മേലെയോ അല്ലെങ്കിൽ വസ്തുക്കളുടെ മേലെയായിരിക്കും അവരെന്താ അവരുടെ ദേഷ്യം പ്രകടിപ്പിക്കുക അല്ലെ. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയുള്ള ആളായിരുന്നു. പിന്നെ ഒരു ചെറിയ ഒരു അല്ലെ ചുറ്റിലുള്ള ആളുകളോട് സ്നേഹമായിരുന്നു അല്ലെ, അനുഭൂതി എന്താണ് കാരുണ്യത്തോടു കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികളോടും ചുറ്റുമുള്ള എല്ലാ ആളുകളോടും പെരുമാറിയത്. അതേ സമയത്ത് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു നേതാവായിരുന്നെങ്കിലും അല്ലെ, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളുകളുടെ അടുത്ത് നമുക്ക് ഒരിക്കലും ഇരിക്കാൻ തോന്നൂല. ആ ഒരു നേതാവിന്റെ അടുത്ത് ഒരു അനുയായികളും പോയി ഇരിക്കൂല അല്ലെ. കാരണം നമ്മളെ നേതാവ് തന്നെ ദേഷ്യത്തിലും സമ്മർദ്ദത്തിലൊക്കെ ആണെങ്കിൽ അത് ചുറ്റിനും അത് വ്യാപിക്കും അല്ലെ. ചുറ്റുമുള്ള ആളുകൾക്ക് പോലും എന്താ ആ ഒരു സമ്മർദ്ദം അവർക്ക് ഫീൽ ചെയ്യും അല്ലെ. അപ്പം
അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് ഇരിക്കാനും അവര് ആഗ്രഹിക്കില്ല. സെക്കൻഡ്. പിന്നെ അപ്പൊ നബിസ്വലാസ്ലമയെ കുറിച്ച് തന്നെ പറയുന്നുണ്ടല്ലോ 9-ാമത്തെ ആയത്തില്. എന്താ അവിടെ പറയുന്നത്? ഒരു സെക്കൻഡ്. കൊണ്ടാണ് നീ അവരോട് സൗമ്യമായിട്ട് പെരുമാറിയത്. നീ ഒരു പരുഷ സ്വഭാവവും കഠിന ഹൃദയനുമായിരുന്നെങ്കിൽ നിന്റെ ചുറ്റിൽ നിന്നും അവർ പിരിഞ്ഞു പോയി കളയുമായിരുന്നു. ആകയാൽ നീ അവർക്ക് മാപ്പ് കൊടുക്കുകയും അവർക്ക് വേണ്ടി പാപമോചനം തേടുകയും ചെയ്യുക. കാര്യങ്ങൾ നീ അവരോട് കൂടി ആലോചിക്കുകയും ചെയ്യുക. അങ്ങനെ നീ ഒരു തീരുമാനത്തെ എടുത്തു കഴിഞ്ഞാൽ അള്ളാഹു ഏൽപ്പിക്കുക. തന്നിൽ ഭരമേൽപ്പിക്കുന്നവര് ഇഷ്ടപ്പെടുന്നതാണ്. അപ്പം എന്താണ് അവിടെ പറയുന്നത്? നേതാവ് ഈ പറഞ്ഞ പോലെ പരുഷ സ്വഭാവമാണെങ്കിൽ ഒരിക്കലും ഈ പറഞ്ഞ പോലെ അനുയായികൾ ഉണ്ടാവൂല. അനുയായികൾ ആരും ആ ഒരു നേതാവിന്റെ അടുത്ത് ഇരിക്കാൻ ഇഷ്ടപ്പെടൂല അല്ലെ. അപ്പം അള്ളാന്റെ ാണ് നബിസ്വലമയോട് അള്ളാഹ് പറയാണല്ലേ, നീ അവരോട് സൗമ്യമായിട്ട് പെരുമാറുന്നതും പിന്നെ നീ ഒരു പരുഷ സ്വഭാവിയാണെങ്കിൽ അല്ലെങ്കിൽ കഠിന ഹൃദയനുമായിരുന്നെങ്കിൽ നിന്റെ ചുറ്റിൽ നിന്ന് അവര് പിരിഞ്ഞു പോയി കളയുമായിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമയ്ക്കിലെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് അനുയായികളെ നേടാന് സാധിച്ചത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മദീനയിൽ ഒരു ജൂതൻ ഉണ്ടായിരുന്നു. തൗറാത്തിലെ അന്തിമ പ്രവാചകന്റെ അടയാളങ്ങളെല്ലാം വായിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരീക്ഷിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ ജൂതൻ വരുന്നത്. ആ ഒരു സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുയായികളും ഒത്ത് ഇരിക്കുകയായിരുന്നു. അപ്പൊ അവരുടെ കയ്യിലൊരു ചരക്കുണ്ട്. ആ ചരക്ക് വിൽക്കാനായിട്ട് അവർ വരുമ്പോ ഈ ചരക്ക് വിൽക്കാൻ വേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വാങ്ങുകയും ചെയ്യും. അതിന്റെ എപ്പോഴാണ് ഇതിന്റെ പണം നൽകേണ്ടതെന്ന് പറയുമ്പോൾ അവർ പറയും ഒരാഴ്ച കഴിഞ്ഞിട്ട് മതി എന്ന് പറയും. എന്നിട്ട് ആ ഒരു ജൂതൻ മടങ്ങിപ്പോട്ടോ. പക്ഷെ 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ഈ മനുഷ്യൻ വീണ്ടും അങ്ങോട്ട് കടന്നു വരികയാണ്. കടന്നു വന്നിട്ട് അവര് കടന്നു വന്നത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമ്മേളനം അവരുമായിട്ട് എന്തോ സംസാരിച്ചിരിക്കുകയായിരുന്നു. ഒരു സമ്മേളനത്തിനായിരുന്നു ആ സമയത്ത് പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുപ്പായത്തില് കയറി പിടിക്കുകയും എന്റെ ചരക്ക് വിറ്റ പണം എനിക്ക് പെട്ടെന്ന് വേണമെന്ന് പറയും. അപ്പം സ്വാഭാവികമായിട്ടും ഒരാൾക്ക് ചൂടാവാം അല്ലെ. കാരണം പറഞ്ഞ അവധിക്ക് മുമ്പേ വന്നു. പിന്നെ അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ശരിയല്ല അല്ലെ. പക്ഷെ കുപ്പായത്തിലൊക്കെ പിടിച്ച് അത് ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ആ ഒരു ചർച്ചയെ അലങ്കോലമാക്കി. സ്വാഭാവികമായിട്ടും പിന്നെ അവിടെ ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു അല്ലെ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൈ എന്താ സ്വന്തം വാളിലേക്ക് വാള് പിടിച്ചു. വാള് വരെ പിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റസൂലേ എനിക്കൊരു വാക്ക് തരൂ, ഞാൻ ഈ മനുഷ്യന്റെ തല എടുക്കാന്ന് പറയും. അപ്പൊ ഈ മനുഷ്യൻ ഭയന്നു പോയിട്ടോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? പിന്നെ ആ ഒരു ദേഷ്യപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഓ ഉമർ, ഇദ്ദേഹത്തിന്റെ അവകാശം നൽകൂ അല്ലെ. ഇദ്ദേഹത്തിന്റെ അവകാശം നൽകൂ. അത് മാത്രമല്ല, നിങ്ങൾ ഭയപ്പെടുത്തിയത് കൊണ്ട് കൂടുതലായിട്ട് നൽകാൻ. അപ്പൊ നോക്കെ അവർ സ്വന്തം ഒരാഴ്ച ആയിട്ടില്ല, അതിനു മുമ്പേ വന്നു. പിന്നെ ആ ഒരു പെരുമാറ്റം ശരിയായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുപ്പായത്തിൽ കയറി പിടിച്ചു. പിന്നെ ആ ഒരു ചർച്ച അലോസരപ്പെടുത്തുകയും പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദേഷ്യപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും എന്താ പിന്നെ അദ്ദേഹത്തിന്റെ അവകാശം നൽകുക മാത്രമല്ല, നിങ്ങൾ ഭയപ്പെടുത്തിയത് കൊണ്ട് എന്താ കൂടുതലായിട്ടും നൽകണം അല്ലെ. പണം മാത്രമല്ല, അതിന് കൂടുതലായിട്ടും നൽകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം അല്ലെ. പിന്നെ അതുപോലെ ചോദിക്കുന്നുണ്ടല്ലോ ഷദീദ് അല്ലെ, ഏറ്റവും ശക്തിമാൻ അല്ലെങ്കിൽ ആരാന്ന് ചോദിക്കുന്നുണ്ടല്ലോ. ലൈസ ഷദീദ് ബിസുറ അല്ലെ, ഇന്നമ ഷദീദു ലദി യംലികു നഫ്സ. അതായത് എന്താ പറയുന്നത്, എല്ലാവരെയും വീഴ്ത്താൻ കഴിയുന്ന, എല്ലാവരെയും ഗുസ്തി പിടിക്കാൻ കഴിയുന്ന ഷദീദ്. നമ്മള് പറയുന്ന മല്ല യുദ്ധത്തില് മറിച്ചിടുന്ന ആളല്ല ഏറ്റവും ശക്തിമാനാണ്. സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്ന ആളാണ് ആര്? ഷദീദ്. കാരണം ഒരു വലുതാവുമ്പോ അല്ലെങ്കിൽ ശക്തി ഉണ്ടെങ്കിൽ നമുക്ക് ആരെയും മറിച്ചിടാൻ പറ്റും അല്ലെ, വാക്കുകളാൽ കൊണ്ടും അല്ലെങ്കിൽ ശരീരബലം കൊണ്ടും. പക്ഷെ അതിനെക്കാട്ടി വലുതാണ് എന്ത്? കോപം വരുമ്പോ അതിനെ നിയന്ത്രിക്കാൻ അല്ലെ. അത് കുറച്ച് പ്രാക്ടീസ് തന്നെ വേണ്ടി വരും. ആ ഒരു ദേഷ്യം വരുമ്പോ അതിനെ നിയന്ത്രിച്ചിട്ട് അത് വിഴുങ്ങിക്കളയാം അല്ലെ. അപ്പം അല്ലെങ്കിൽ നമ്മൾ ആ റിങ്ങില് കോപം എന്നുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ റിങ്ങില്
മറച്ചിടുമ്പോഴേ അല്ലെങ്കിൽ മലർത്തി അടിക്കുമ്പോഴേ ആ ആള് വിജയിക്കുന്നുള്ളൂ. പിന്നെ അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തില് നമുക്ക് ധാരാളം വേറെയും ഉദാഹരണങ്ങൾ കാണാം അല്ലെ. അതിലൊന്നാണ് അനസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം 10ാം വയസ്സിലാണ് പോകുന്നത്, അടിമയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോകുന്നത്. അപ്പൊ നമുക്കറിയാം ഒരു അടിമയെ എങ്ങനെയൊക്കെ നമ്മള് പരിചരിക്കുന്നുള്ള അല്ലെ. നമ്മുടെ വീട്ടിൽ ഒരു സെർവന്റ് വന്നാല്, പക്ഷെ ഇപ്പൊ അതൊക്കെ മാറിയില്ലേ. ഇപ്പൊ നമ്മള് സ്വന്തം ഫാമിലി മെമ്പേഴ്സിനെക്കാട്ടി വേറൊന്നും കൊണ്ടല്ല, അവരോട് എന്തെങ്കിലും ഒരു മോശപ്പെട്ടു പോയാൽ അവര് വീട്ടു പണി പോകൂലേ, അവര് നമ്മുടെ വീട്ടിലെ പണി നിർത്തി വേറെ വീട്ടിൽ പോകും. കാരണം അത്രയും ഡിമാൻഡാണ് അവർക്ക്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഒരുവിധ ആളുകളൊക്കെ അവരെ ഒന്നും പറയില്ല, അവരെയൊക്കെ ചേർത്ത് നിർത്താറാ ചെയ്യാറ്. പക്ഷെ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്രയോ വർഷം നിന്നിട്ട് പോലും പിന്നെ ഒരിക്കൽ പോലും അനസ് റളിയല്ലാഹു അൻഹു തന്നെ സാക്ഷ്യപ്പെടുത്താണ്, ഒരിക്കലും ദേഷ്യപ്പെട്ടിട്ടില്ല, അതേപോലെ അടിച്ചിട്ടില്ല, ചെയ്യുന്ന പോലും പറഞ്ഞിട്ടില്ല അല്ലെ. അപ്പൊ പറയുമ്പോ ചെറിയ കുട്ടിയാണ്, എപ്പോഴും തെറ്റുകൾ 10 വയസ്സുള്ള വസല്ലമയുടെ സേവകനായിട്ട് പോകണം. എന്നിട്ട് പോലും പിന്നെ ചെറിയ എത്രയോ തെറ്റുകൾ വരുത്താറുണ്ട്, ചെറിയ കുട്ടിയല്ലേ, എന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദേഷ്യപ്പെട്ടു പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇനി കോപം ന്യായീകരിക്കുന്ന കുറച്ച് അവസരങ്ങളുണ്ട്. അതേതൊക്കെയാ? നമുക്ക് ദേഷ്യപ്പെടാൻ അല്ലെങ്കിൽ പ്രതികരിക്കാൻ പറ്റുന്ന അവസരങ്ങളുണ്ട്. അതേതൊക്കെയാ? നമുക്ക് അല്ലേ? അതെ അതെ. ഒരാൾ ഉപദ്രവിക്കാൻ വന്നാൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ ഒരാൾ ഉപദ്രവിക്കാൻ നമുക്ക് പ്രതിരോധിക്കാം. അതുപോലെ നമ്മുടെ ദുർബലരെ അല്ലെങ്കിൽ ദരിദ്രരെ അല്ലെ, അവരൊക്കെ ഇങ്ങനെ ആക്രമിക്കുമ്പോ നമുക്ക് ചെറുത്ത് നിൽക്കാം, അല്ലെങ്കിൽ എതിർക്കണം, അല്ലാതെ കൈകെട്ടി നോക്കി നിൽക്കുകയല്ലേ വേണ്ട അല്ലെ. നമുക്കറിയാം മൂസാ നബി അലൈഹി സ്വലാം കാരണം ഒരാള് മരണപ്പെടുന്ന ആ ഒരു കാരണം പറയുന്നുണ്ട് അല്ലെ. പിന്നെ സ്വന്തം ജനതയിലെ ഒരാള്, ബനൂ ഇസ്രായേലിൽ പെട്ട ഒരാളെ കിബിത്തിയായിട്ടുള്ള യജമാനൻ മോശമായിട്ട് പെരുമാറുന്ന കാണുമ്പോ സ്വാഭാവികമായിട്ടും മൂസാ നബി അലൈഹി സ്വലാം ചോദിക്കാൻ ചെന്നതാണ്, പക്ഷെ ആ മനുഷ്യൻ മരിച്ചുപോയി അല്ലേ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു തിന്മ കാണുമ്പോ എതിർക്കാതിരിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മളെ ഒരാൾ അടിക്കാൻ വരുമ്പോ നമ്മള് നിന്ന് കൊടുക്കണം എന്നല്ല പറയുന്നത്. അങ്ങനെയുള്ള അവസരങ്ങൾക്കൊക്കെ നമുക്ക് കോപിക്കാം അല്ലെങ്കിൽ പ്രതിരോധിക്കാം അല്ലെ. പിന്നെ അപ്പൊ അതുപോലെ ഓയിൽ എന്നുള്ള വാക്ക് നമ്മൾ പറഞ്ഞു. പരിശുദ്ധ ഖുർആനിലെ 9ഓളം സ്ഥലത്ത് ഈ ഓയിൽ എന്നുള്ള വാക്ക് പറയുന്നുണ്ട്. അപ്പൊ അതിലെ സൂറത്ത് ആലിമ്രാനില് 119 ആയത്തിൽ പറയുന്നുണ്ട്, സത്യനിഷേധികളോട് പറയുന്നുണ്ട്. അതായത് അവര് സത്യവിശ്വാസികൾക്കെതിരെ അവര് അമർഷം പൂണ്ടിരിക്കുകയാണ്, അവരുടെ മനസ്സ് നിറച്ച് ഈ പറഞ്ഞ പോലെ കോപം അല്ലെ, കോപം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരോടുള്ള സത്യവിശ്വാസികളോടുള്ള അമർഷം പൂണ്ടിരിക്കുകയാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ കോപം കൊണ്ട് മരിച്ചാലും ശരി നിങ്ങളുടെ പകപോക്കൽ ഒരിക്കലും നിങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ളത്. അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞു അല്ലെ, ഓയിലും ഓളബും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു. അതായത് ഉള്ളിൽ ഇങ്ങനെ തിളച്ച് മറിയുന്നുണ്ടാവും, പക്ഷെ നമ്മൾ പുറമെ നോക്കുമ്പോ ആള് നോർമല. ഇപ്പൊ ഏതുപോലെ എന്ന് അറിയുമ്പോ നമ്മൾ അടുപ്പത്തൊരു കലം ചിന്തിക്കുക, ആ കലത്തിനുള്ളിൽ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് പുറമെ നോക്കുമ്പോ ഒന്നും കാണാനില്ലല്ലോ. പക്ഷെ അടുത്ത് ചെന്ന് പോയാലേ, അടുത്ത് തൊട്ട് നോക്കിയാൽ നമുക്ക് വിവരം അറിയല്ലേ, കൈ പൊള്ളിപ്പോ. അപ്പൊ പിന്നെ അതുപോലെ ആയിരിക്കും, അത് ആളുള്ളിൽ ഇങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും, പക്ഷെ പുറമെ അത് കാണുന്നില്ല, പ്രകടിപ്പിക്കുന്നില്ല. പിന്നെ അത് അവിശ്വാസികളുടെ കാര്യത്തിലല്ല വിശ്വാസികളുടെ കാര്യത്തിലൊക്കെ ഈ ഓയിൽ എന്നുള്ള വാക്ക് പരിശുദ്ധ ഖുർആനിൽ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ നമുക്കറിയാലേ, പല വ്യക്തികളും ഇപ്പം ഇങ്ങനെ ഓരോ കുറ്റങ്ങൾ ചെയ്യുമ്പം ഇപ്പൊ കുറച്ചു കാലം മുമ്പ് ഒരു ക്യാമ്പസിൽ കയറിയിട്ട് ഒരു പെൺകുട്ടി ഒരാൾ കൊലപ്പെടുത്തുന്നുണ്ട് അല്ലെ. അപ്പൊ അയാളെ കുറിച്ച് അന്വേഷിച്ചറിയാൻ വേണ്ടിയിട്ട് മീഡിയക്കാർ പോകുമ്പം അയാളെ കുറിച്ച് നല്ല കാര്യങ്ങളെ പറയാനുള്ളൂ നാട്ടിൽ മൊത്തം. അയാളീ പറഞ്ഞ പോലെ പുകവലിക്കില്ല, മദ്യപിക്കില്ല, അതേപോലെ ആരോടൊരു പ്രശ്നത്തിനില്ല, അവന്റെ പാടെ എന്നുള്ള രീതിയിൽ അവര് നല്ലൊരു പെണ്ണ് കാണാനൊക്കെ നമ്മള് പോകുമ്പം ചെക്കനെ കുറിച്ച് പറയില്ലേ, അതുപോലെ നല്ല അഭിപ്രായം അവർക്ക് പറയാനുള്ളത്. പക്ഷെ നമുക്ക് അറിയുന്നില്ല ആളുടെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ ഒരു അമർഷം ഉണ്ടെന്നോ അല്ലെങ്കിൽ ഒരു ചാൻസ് കിട്ടാൻ നിൽക്കുന്ന നമ്മൾ അറിയുന്നില്ല. പുറമെ അവര് കാണുമ്പോൾ നല്ല ശാന്തനായിട്ടുള്ള ഒരാളാണ്. അപ്പം ആ ഉള്ളിൽ ഇങ്ങനെ തിളച്ചു മറിയുന്നുണ്ടാവും, പക്ഷെ ഒരിക്കലും അത് പുറത്തെത്തില്ല. പുറത്തെത്തുമ്പോഴാണ് ഈ ഓളബായിട്ട് മാറുന്നത്. പിന്നെ അതിന്റെ നമ്മളിപ്പോ ഈ പറഞ്ഞപ്പോഴും ഇവിടെ മുത്തഖീങ്ങളുടെ ലക്ഷണത്തിലും ഈ പറഞ്ഞ ഓയിൽ എന്നുള്ള പദമാണ് വന്നിട്ടുള്ളത്. സൂറത്ത് ഫുർഖാനിൽ ഇനി പറയുന്നുണ്ട്. സൂറത്ത് ഫുർഖാനിൽ എന്താ പറയുന്നത് വെച്ചാല്, പിന്നെ നരകത്തിന്റെ വിഷയം വരുന്ന സമയത്ത് പറയുന്നുണ്ട്. അവിടെ എന്താ പറയുന്നത്,
ഒരു സെക്കൻഡ്. ദൂരസ്ഥലത്ത് നിന്ന് അത് അവരെ കാണുമ്പോൾ അതിനൊരു തരം കോപം വമിക്കലും ഇരമ്പലും അവർക്ക് കേൾക്കാവുന്നതാണ്. സുഹൃത്ത് ഫുർഖാനില് 12-ാമത്തെ ആയത്തില് നരകം അല്ലെ, അവര് നരകത്തെ കാണുമ്പോഴല്ലേ, നരകം അവരെ കാണുമ്പോ ഇതാ റഅയ്തും റഅയ്തുഹും അല്ലെ എന്ന് പറഞ്ഞാല് അവര് നരകം അവരെ കാണുകയാണ് അല്ലെ. നരകം അവരെ കാണുന്ന സമയത്ത് എന്താ നരകം അത് ഒരു കോപം അല്ലെ, അതിൽ നിന്നാണ് ഈ കോപം വമിക്കലും ഇരമ്പലും അവർക്ക് കേൾക്കാവുന്നത്. ഏതുപോലെന്ന് അറിയാം, നമ്മളൊരു വിശന്ന് വരഞ്ഞിട്ടുള്ള ഒരു സിംഹം കൂട്ടിക്കിടക്കുകയാണ്. അതിന്റെ മുന്നിൽ കുറച്ച് ദൂരെയായിട്ട് നമ്മൾ മാംസം പിടിച്ച് നിൽക്കുകയാണെങ്കിൽ അതിന്റെ ഒരു അവസ്ഥ എന്തായിരിക്കും അല്ലെ. കൂട്ടിൽ കിടക്കുന്ന വിശന്ന സിംഹത്തിന്റെ മുന്നിൽ കുറച്ച് ദൂരെയായിട്ട് നമ്മൾ മാംസം പിടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ അതിന്റെ ഒരു ഗർജനോ അതിന്റെ ഒരു അല്ലെ, അതിന്റെ ഒരു എന്താ ധൃതി കാണിക്കലും പിന്നെ ആ ശൗര്യൊക്കെ അതുപോലെ നരകം എന്താ ഉള്ള കാക്കട്ടില്ല നമ്മളെല്ലാരും, പിന്നെ അതിന്റെ ഇരയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കണം. അപ്പൊ അതിൽ നിന്ന് ആ സൗണ്ടും ഗർജനങ്ങളും പിന്നെ ആ ഒരു പൊട്ടിപ്പോകുന്ന ആ ഒരു അവര് കാത്തു നിന്നിട്ട് ഇരയെ കിട്ടാത്ത ഒരു വെപ്രാളം അല്ലെ, അത് കാണിക്കുകയാണ് നരകം. പിന്നെ അതുപോലെ നമ്മള് സൂറത്ത് മുൽക്കിലും പറയുന്നുണ്ടല്ലോ ഇതേ സമയത്ത്. എന്താണ് മുൽക്കിൽ പറയുന്നത്? 8-ാമത്തെ ആയത്ത് തെക്കേത് തമയ്യസ് മിനൽ ഓയിൽ അല്ലെ, അവിടെ ഈ ഓയിൽ എന്നുള്ള പദം വരുന്നത്. അപ്പൊ എന്താ, കോപം നിമിത്തം അത് പൊട്ടി പിളർന്ന് പോകുമാറാകും. അപ്പൊ അവിടെയൊക്കെ എന്താ അത്രയും പൊട്ടി പിളർന്ന് പോകുന്നുള്ള രീതിയിൽ നിൽക്കുകയാണത്. അപ്പൊ അതാണ് ഓയിൽ എന്നുള്ള പദത്തിന്റെ ധാരാളം വേറെയും കാണട്ടോ ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ ഓളബ് പറഞ്ഞു അല്ലെ, അത് പ്രധാനമായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആലയായിട്ട് അള്ളാഹിന്റെ കോപം അല്ലെ, അള്ളാഹിന്റെ കോപം പരാമർശിക്കുന്നതായിട്ടാണ് നമ്മൾ പരിശുദ്ധ ഖുർആനിൽ നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. 2 തവണ മൂസാ നബി അലൈഹിസ്സലാമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട് കേട്ടോ. സൂറത്ത് ത്വാഹയിൽ ഒരു വട്ടം പറയുന്നുണ്ട് അവര് മൂസാ നബി അലൈഹിസ്സലാം അനുയായികളോട് ദേഷ്യപ്പെടുന്ന വിഷയത്തില്. ബാക്കി ഒരുവിധം നമ്മളെല്ലാം സ്ഥലത്ത് നമ്മൾ എന്താ കാണുന്നത്, അത് അള്ളാഹിന്റെ കോപമായിട്ട് ഒളബ് റിലേറ്റ് ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പം ഇവിടെ സൂറത്തുൽ ബഖറയിൽ തന്നെ 2 വട്ടം പറയുന്നുണ്ടല്ലോ അല്ലെ. എന്താ പറയുന്നത്, പറയുന്നില്ല. അതായത് പിന്നെ ഇത് അല്ലെ 61-ാമത്തെ ആയത്തില് മൂസാ നബി അലൈഹി സ്വലാമിനോട് അവര് പറയാണല്ലേ, ഞങ്ങൾക്ക് ഈ ഒറ്റ ആഹാരം മന്ന സെൽവ പറഞ്ഞ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല, ഞങ്ങക്ക് ധാരാളം അല്ലെ കലിഹ വക്കിസായിഹ വഫൂമിഹ വാദസിഹ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ധാരാളം ഭക്ഷണങ്ങൾ ഞങ്ങൾക്ക് വേണം എന്നൊക്കെ അവര് പറയുമ്പോ മൂസാ നബി അലൈഹി സ്വലാം അവരോട് പറയുന്നുണ്ടല്ലേ, നിങ്ങൾ നിന്ദ്യമായതാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്, ഏറ്റവും ഉന്നതമായിട്ടുള്ളതാണ് നിങ്ങൾ റബ്ബ് നൽകിയിട്ടുള്ള, നിങ്ങൾ തന്നതിന് വില കൽപ്പിക്കുന്നില്ല, എന്നിട്ട് വളരെ മോശമായിട്ടുള്ളതാണ് നിങ്ങൾ വീണ്ടും ചോദിക്കുന്നത്. അവിടെ തന്നെ പറയുന്നുണ്ട് അവര് അള്ളാന്റെ കോപമായിട്ട് മടങ്ങി എന്ന് പറയുന്നുണ്ട്. അതുപോലെ വീണ്ടും കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും നമുക്ക് കാണാം, അതായത് ജൂതന്മാർക്ക് അല്ലെ, അല്ലെങ്കിൽ അവർക്ക് എന്താ ഈ വേദഗ്രന്ഥം അല്ലെ, അവരൊരിക്കലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയില് മേലെ അത് അവതരിപ്പിച്ച് കാണാൻ അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല അല്ലെ. പിന്നെ ഇസ്മായിൽ സന്തതി പരമ്പരയിൽ നിന്നും വന്നതുകൊണ്ട് മാത്രം. അപ്പൊ ആ ഒരു അമർഷം അവര് പറയുന്നുണ്ട്, അപ്പോഴും പറയുന്നുണ്ട് അള്ളാഹിന്റെ കോപം കാരണം കോപം കൊണ്ട് അവര് മടങ്ങി എന്നുള്ളത്. പിന്നെ അതുപോലെ അറാഫില് 152-ാമത്തെ ആയത്തില് പറയുന്നുണ്ട്, അതായത് ബനു ഇസ്രായേലാര് ഈ പറഞ്ഞ പോലെ കാളക്കുട്ടിയെ ദൈവമായിട്ട് സ്വീകരിച്ച കാരണം അള്ളാഹിന്റെ കോപം അല്ലെങ്കിൽ നിന്ദ്യത അവര് ഏറ്റുവാങ്ങി എന്നുള്ളത്. അൻഫാലില് 16-ാം ആയത്തില് പറയുന്നുണ്ട്, അവിടെ എന്താ പറയുന്നത് വെച്ചാല് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുക. നമുക്കറിയാം അല്ലെ, യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാന്ന് പറഞ്ഞാല് വളരെ ഗൗരവമേറിയതാണ്. അപ്പൊ ആ ഒരു സമയത്ത് പിന്തിരിഞ്ഞു പോയാല് അള്ളാഹിന്റെ കോപം അവരുടെ മേലെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അതുപോലെ സൂറത്ത് നഹ്ലില് പറയുന്നുണ്ട്, വിശ്വസിച്ച ശേഷം അവിശ്വാസത്തിലേക്ക് പോവുകയാണെങ്കിൽ അവരുടെ മേലെയും അള്ളാഹിന്റെ കോപം ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ ഒളബ് എന്നുള്ള പദമാണ് കടന്നു വരുന്നത്. സൂറത്ത് ത്വാഹയില് 81-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, അതിര് കവിയുന്നവരുടെ മേലെ അള്ളാഹിന്റെ കോപം ഉണ്ടാവും അല്ലെ. അപ്പൊ അവിടെ പറയുന്ന വിഷയം എന്ന് പറഞ്ഞാല് ഭക്ഷണ കാര്യത്തിലാണ്. നമ്മൾ ഏതൊരു വിഷയത്തിലും അല്ലെ അതിര് കവിയാണെങ്കിൽ അവിടെ അള്ളാഹിന്റെ കോപം അവര് ഏറ്റുവാങ്ങുക ചെയ്യുന്നത്. അപ്പം അവിടെയൊക്കെ എന്താ ഒളബ് എന്നുള്ള ഒരു പദമാണ് വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളെ ഈ ചരിത്രത്തില് ഈ കോപം ന്യായീകരിച്ചിട്ടുള്ള പല അവസരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അല്ലാതെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികൾ നമുക്കറിയാം, അവര് പൊതുവെ എന്താ, ഞങ്ങൾ കേട്ടു ഞങ്ങൾ അനുസരിച്ചു അല്ലെ, ഒരു മറുത്തൊരു വാക്കും അവര് പറയാത്തതാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു
പിന്നെ അതനുസരിച്ച്, അല്ലാതെ ഒരു നബിയെ എതിർത്തൊന്നും പറയാറില്ല അവര്. പക്ഷെ എങ്കിൽ പോലും അവരൊരു തവണ പൊട്ടിത്തെറിച്ച സംഭവം, ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. അത് ഏത് സമയത്തായിരുന്നു അറിയോ? അതായത് അവരിത്രയും പീഡനങ്ങൾ സഹിച്ചു അല്ലെ, മക്ക മുശ്രിക്കീങ്ങൾ പീഡിപ്പിച്ചപ്പോഴും ഒന്നും അവര് പ്രതികരിച്ചിട്ടില്ല. എന്നിട്ട് അവര് ഹിജ്റ പോയി മദീനയിൽ അവർക്ക് പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവര് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കാണുന്നുണ്ട് അല്ലെ, അവര് നിർഭയരായിട്ട് അവര് ഹജ്ജ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഇവര് ആദ്യത്തെ സംഘം ഹജ്ജിനായിട്ട് പോകുന്ന സമയത്ത് അവര് വളരെ ദുർഘടം പിടിച്ച വഴിയിലൂടെയൊക്കെയാണ് പോകുന്നത്. കൈയും കാലും ഒക്കെ മുറിഞ്ഞ് രക്തം ഒലിക്കുന്നുണ്ട്. പിന്നെ കൂടെ അവരുടെ ബലിമൃഗങ്ങളും ഉണ്ട്. എല്ലാം കൊണ്ട് അവര് പോയി അവസാനം ഹുദൈബിയ ആ ഭാഗത്ത് എത്തുമ്പോൾ അല്ലെ, അവര് തിരിച്ചയക്കാണ്, പറ്റൂല അല്ലെ, നിങ്ങള് ഹജ്ജിന് വരാൻ പറ്റില്ല. അപ്പൊ അവര് നിരായുധരാണ്, പിന്നെ ഹജ്ജിനായിട്ടാണ് പോകുന്നത്. അപ്പൊ അതിന് തടയാൻ പറ്റൂല അല്ലെ. എന്നിട്ട് പോലും അവർ തടഞ്ഞപ്പോ അവർക്ക് അങ്ങോട്ട് അവരുടെ രോഷം പുറത്തേക്ക് വന്നായി. അതുവരെ അവർ ഈ കടിച്ചു പിടിച്ച് നിന്ന ആ ഒരു രോഷം അത് നിലവിട്ട് പോകുന്നതായിട്ട് നമ്മൾ കാണാൻ പറ്റുന്നത്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് അടങ്ങി നിൽക്കാൻ പറഞ്ഞിട്ട് പോലും ഉമർ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് ചാടി എണീറ്റ് പറയുന്നുണ്ട്, അലസ്ന അലൽ ഹക്ക് അല്ലെ, നമ്മൾ ശരിയായ പാതയിലല്ലേ, താങ്കൾ സ്വപ്നം കണ്ടതല്ലേ നമ്മള് ഹജ്ജിന് പോകുന്നത് അല്ലെ, പിന്നെ പിന്നെ എന്തുകൊണ്ടാണ് അല്ലെ ഇത് സംഭവിച്ചല്ലേ. അവിടെ അടങ്ങി നിൽക്കുന്നില്ല. ഏതൊരു അവസരത്തിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനെ പിന്നെ സമാധാനിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഒരുവിധം അനേകളെല്ലാം ആ ഒരു അവരുടെ രോഷം പുറത്തേക്ക് വരികയാണ്. അവിടെ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്ത് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേലെ ശബ്ദം ഉയർത്തിയിട്ട് പോലും അള്ളാഹ് അവരെ കുറ്റപ്പെടുത്തുന്നില്ല നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം പരിശുദ്ധ ഖുർആനിൽ നമുക്കറിയാം, ഉഹുദിന്റെ സമയത്ത് അല്ലെ അവരോട് നിങ്ങൾ അനുസരണക്കേട് കാണിക്കരുത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്, പിന്നെ അതുപോലെ നിങ്ങൾ കേട്ട് നിൽക്കണം അല്ലെ. പക്ഷെ അവരെന്താ, അനിയമിതത്ത് കാണുമ്പോ അവരെന്ത് ചെയ്തു, എല്ലാം ഇട്ടേച്ച് പോയി അല്ലെ. എല്ലാം അതനുസരിക്കാതെ സ്വത്തുകൾ പറക്കാൻ വേണ്ടി ഓടിയപ്പോ അവർക്ക് എന്താ പരാജയം സംഭവിച്ചു. അപ്പൊ അവിടെ അവരെ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ തന്നെ അവർ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഈ ഒരു അവസരത്തില് അവരെ ശബ്ദം പൊങ്ങിയിട്ട് പോലും പിന്നെ അള്ളാഹ് അവരെ വിമർശിക്കുന്നില്ല. ആ ഒരു സമയത്ത് അവരുടെ കോപം അള്ളാഹ് ന്യായീകരിച്ചു കൊടുത്തതാണ്. അതേപോലെ സൂറത്ത് മുജാദിലയിൽ നമുക്കറിയാം, എന്താ ഖൗല റളിയല്ലാഹു അൻഹ അല്ലെ, അവര് സ്വന്തം ഭർത്താവിനെ പറ്റി പരാതി പറഞ്ഞ സമയത്ത് അവര് ശബ്ദം ഉയരുന്നുണ്ട്. തന്റെ ഭർത്താവ് തന്നെ ഒരു സുപ്രഭാതത്തിൽ അല്ലെ ഉമ്മയായിട്ട് ഇതാണ്, പിന്നെ ഉമ്മയെ കഴിഞ്ഞാൽ പിന്നെ അവിടെ ഭാര്യ ഭർത്ത ബന്ധമില്ല അല്ലെ. അപ്പൊ ഇതിന്റെ ഒരു വിധി ചോദിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് അവർ ആ ഒരു ശബ്ദം ഉയർത്തിക്കൊണ്ട് തന്നെ സംസാരിക്കുന്നു. തർക്കിക്കുന്നവൾ തന്നെയാണല്ലോ മുജാദിലയില് ആ ഒരു വാക്കിന് അർത്ഥം അല്ലെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറയുന്നില്ല, കാരണം വഹി ലഭിച്ചിട്ടില്ല, അപ്പൊ ഒന്നും പറയാനില്ല. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ തർക്കം പരിഹരിച്ചു കൊടുക്കുന്നുണ്ട് അല്ലെ, അതിനൊരു ന്യായം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ അവിടെയും അള്ളാഹ് വിമർശിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിലാണെങ്കിലും ആ ശബ്ദം ഉയർത്തിയിട്ടും പിന്നെ ഒന്നും പറയുന്നില്ല. അങ്ങനെ കുറച്ച് സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. പിന്നെ അതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു സംഭവം അല്ലെ നമുക്കറിയാം. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മേലെ വ്യഭിചാരോപണം സംഭവിച്ച സമയത്ത് പിന്നെ ഒരു മാസത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ അടുത്തേക്ക് അങ്ങനെ പോവാറില്ല. അങ്ങനെ ഒരു എന്താ അതിന്റെ പേര് തീരുമാനം എടുക്കേണ്ടതെന്ന് അറിയാതെ അല്ലെ, എവിടെയാണ് ആരുടെ ഭാഗത്താണ് തെറ്റ് ആരുടെ ഭാഗത്താണ് ശരിയെന്ന് അറിയാതെ നിന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പിന്നെ സ്വന്തം വീട്ടിലായിരുന്ന സമയത്ത് ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നുണ്ട്. ആ സമയത്ത് കൂടെ പിതാവും ഉണ്ട്, പിന്നെ മാതാവും ഉണ്ട് കേട്ടോ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ പിതാവും മാതാവും ഒക്കെ അടുത്തുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നെ മാതാവും ഉണ്ട്, കൂടെ ഉണ്ട്. ആ ഒരു അവസരത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹ ആണെങ്കിൽ കരഞ്ഞ് പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എന്താ പറയുന്നതെന്ന് അറിയോ, പിന്നെ സെക്കൻഡ് നിരപരാധിയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്റെ നിരപരാധിത്വം അത് തെളിയിച്ചു തന്നെ ചെയ്യും. അതേ സമയത്ത് പിന്നെ വല്ല തെറ്റും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പശ്ചാത്തപിക്കാൻ എന്നുള്ള രീതിയിൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുമ്പോ
അവര് പെട്ടെന്ന് കരച്ചില് അല്ലെ, അഷറല്ലാഹുവിന്റെ കരച്ചില് പെട്ടെന്ന് നിന്ന് പോകുന്നുണ്ട്. ആ ഒരു കരച്ചില് ഒരു അമർഷം അല്ലെ, സങ്കടം, സ്വന്തം ഭർത്താവ് ഒരു വിഷയമുണ്ട് അല്ലെ. നീ നിരപരാധിയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്റെ നിരപരാധിത്വം തെളിയിക്കുക ചെയ്യും. പക്ഷെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആയിഷ നീ പശ്ചാത്തപിക്കാന്ന് പറഞ്ഞപ്പോ സ്വന്തം ഭർത്താവ്, അതും റസൂലുള്ളാഹി അല്ലെ, സംശയിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ അവർക്ക് ആകെ വിഷമായി. ആ ഒരു കരച്ചിൽ അവർക്ക് പിന്നെ ഒരു തുള്ളി കണ്ണുനീര് അവരുടെ മുഖത്ത് കണ്ണിൽ നിന്ന് ഒരു കണ്ണുനീര് വന്നിട്ടില്ല എന്നാ പറയുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, തിരുമേനി പറഞ്ഞതിന് മറുപടി പറയാന്ന്. അപ്പം പിതാവ് പറയും, ഞാൻ എന്താണ് തിരുമേനിയോട് പറയേണ്ടത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാന്ന്. അങ്ങനെ പിതാവ് ഒഴിഞ്ഞു മാറും. അതുപോലെ മാതാവിനോടും പറയേ മറുപടി പറയാനെന്ന്. പക്ഷെ അപ്പം മാതാവും പറയും, എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല എന്ന് പറയുമ്പോ ഒരാകെ വിഷമിച്ചു പോയി. ആയിഷ റളിയല്ലാഹു അൻഹ എന്താ പറഞ്ഞത്, ഞാനാണെങ്കിൽ ഒരു ചെറുപ്പക്കാരി, ഖുർആൻ തന്നെ അധിക ഭാഗം എനിക്ക് ഓതാൻ കഴിയില്ല. എന്തായാലും അള്ളാഹു ആണ് എനിക്കറിയാം, ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത നിങ്ങൾ കേട്ട് അത് നിങ്ങളുടെ ഹൃദയങ്ങളിൽ സ്ഥലം പിടിച്ചു. നിങ്ങളത് സത്യമെന്ന് കരുതിയിരിക്കുകയാണ്. ഇനി ഞാൻ നിരപരാധിയാണെന്ന് നിങ്ങളോട് പറഞ്ഞാൽ തന്നെ നിങ്ങളത് വിശ്വസിക്കൂല. പക്ഷെ ഞാൻ ആ ഒരു നിങ്ങൾ പറയുന്ന ഒരു ആരോപണം അല്ലെ, അത് ഞാൻ സമ്മതിച്ചു തന്നാല്, അല്ലെങ്കിൽ ആ കുറ്റം ഞാൻ സമ്മതിച്ചു തന്നാല് നിങ്ങൾ എന്നെ വിശ്വസിച്ചിരിക്കും. അള്ളാഹു ആണ് എന്നെയും നിങ്ങളെയും കുറിച്ച് ഒരു ഉപമ പറയാനും യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ പിതാവ് അല്ലെ, യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞ കാര്യം എനിക്കിപ്പോ പറയാനുള്ളൂ. എന്താ പറഞ്ഞത്? ഫസബറുൻ ജമീലുൻ വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ അല്ലെ. എന്താ പറഞ്ഞത്? എനിക്ക് നല്ലതായ ക്ഷമ തന്നെ അല്ലെ, ഞാൻ ക്ഷമിക്കുക തന്നെ. പിന്നെ അള്ളാഹുവിനോടാണ് നിങ്ങൾ വിവരിക്കുന്ന കാര്യത്തെ കുറിച്ച് ഞാൻ സഹായം തേടപ്പെടാനുള്ളത് അല്ലെ. ഇപ്പൊ എനിക്ക് വേറെ ഒന്നും പറയാനില്ല, ആരോടും ക്ഷമിക്കുക തന്നെ അല്ലെ. യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ പിതാവ് യാക്കൂബ് നബി അലൈഹിസ്സലാം സ്വന്തം മക്കളോട് പറഞ്ഞ കാര്യം തന്നെ എനിക്കും പറയാനുള്ളൂ. ഇപ്പൊ ഭംഗിയായിട്ട് ക്ഷമിക്കുക തന്നെ പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് അല്ലെ ആയിഷ റളിയല്ലാഹു അപ്പൊ അപ്പോഴും ആയിഷ റളിയല്ലാഹു അൻഹ വിചാരിക്കുന്നില്ല നിരപരാധിത്വം തെളിയിക്കാൻ ഖുർആന്റെ ആയത്തിനൊന്നും അവര് വിചാരിക്കുന്നില്ല അല്ലെ. പിന്നെ അല്ലാതെ വല്ല സ്വപ്നമിക്ക് വല്ല സ്വപ്നത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലൂടെ തന്റെ നിരപരാധിത്വം തെളിയിച്ചു കൊടുക്കുന്നതാണ് ആയിഷ റളിയല്ലാഹു അൻഹ വിചാരിച്ചിരുന്നത്. പക്ഷെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തില് ആയത്തുകൾ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കുക ചെയ്തത്. അപ്പൊ അവിടെ എല്ലാം ഈ പറഞ്ഞ പോലെ ആ ഒരു അമർഷം ആയിഷ റളിയല്ലാഹു അൻഹ കാണിച്ചിരുന്നു. ഇപ്പൊ പറയുമ്പോ റസൂലാണ് അല്ലെ, തന്റെ ഭർത്താവാണ്, റസൂലുള്ളാഹിയാണ്. പക്ഷെ എന്നിൽ പോലും അവിടെയും ആയിഷ റളിയല്ലാഹു അൻഹയെ വിമർശിച്ചുകൊണ്ട് അള്ളാഹ് ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ആ ഒരു കോപത്തെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ അതിനെ കുറിച്ച് ഒന്നും തെറ്റായിട്ടൊന്നും പരാമർശിച്ചിട്ടായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. പിന്നെ അതേ സമയത്ത് നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു അവസരം കാത്ത് നമ്മൾ നിൽക്കുകയാണ് അല്ലെ. നമ്മൾ മുമ്പ് ചെയ്ത എല്ലാ കേസിലും അങ്ങനെയല്ല. നമുക്കറിയാം യൂസഫ് നബി അലൈഹി സ്വലാമിന്റെ കാര്യം തന്നെ, നമ്മള് മുമ്പ് ചെയ്തതിന്റെ പേരിൽ നമുക്ക് ഒരു അവസരം വരട്ടെ, ഇൻഷാ അല്ലാഹ് ഞാൻ കാണിച്ചു കൊടുക്കാന്നുള്ള ഒരു ഇതിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്കറിയാം അതിനുള്ള മറുപടി പരിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട് അല്ലെ. എന്താ അവിടെ പറയുന്നത്? യൂസഫ് നബി അലൈഹി സ്വലാം നമുക്കറിയാം അത്രത്തോളം ദ്രോഹിച്ചിട്ടുണ്ട് അല്ലെ. സഹോദരന്മാര് ചെറുപ്പത്തിൽ തന്നെ പിതാവിൽ നിന്ന് അകറ്റി കിണറ്റിൽ കൊണ്ടിട്ടു അല്ലെ. കിണറ്റിൽ പോയി ഇറങ്ങി അവിടുന്ന് പിന്നെ രക്ഷപ്പെടുന്നതോ അടിമയായിട്ടാണ് രക്ഷപ്പെട്ടത്. അവിടുന്ന് കുറെ കഷ്ടപ്പാടുകൾ അല്ലെ. അത് കഴിഞ്ഞ് ജയിലിലേക്ക് പോയി, ജയിലിൽ നിന്ന് പിന്നെ രക്ഷപ്പെട്ടിട്ട് മന്ത്രിയായിട്ട് മാറുകയാണ്. ആ സമയത്താണ് സഹോദരങ്ങളെ കണ്ടുമുട്ടുന്നത്. ആ സമയത്ത് എന്ത് ചെയ്യണം, സ്വന്തം സഹോദരൻ അല്ലെ ബിന്യാമീനെ അടുത്ത് കിട്ടാൻ വേണ്ടി യൂസുഫ് നബി അലൈഹി സ്വലാം ആ ഒരു അളവ് പാത്രം ബിന്യാമിന്റെ സഞ്ചിയിലിടുകയും പിന്നെ ബിന്യാമിനെ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അല്ലെ, ബിന്യാമിന്റെ കയ്യിൽ നിന്നാണ് അളവ് പാത്രം കിട്ടിയത്, അതുകൊണ്ട് എന്തായാലും ഇവനെ ഇവിടെ നിർത്തണം എന്ന് പറയും കൂടി ചെയ്തു. അപ്പൊ എന്താ ഇവര് പറഞ്ഞത്, സഹോദരങ്ങൾ എന്താ പറഞ്ഞത്? ഇവന് തെറ്റ് ചെയ്തതില് വലിയ മോഷ്ടിച്ചതിൽ വലിയ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം മുമ്പ് വല്ല ജ്യേഷ്ഠനും മോഷ്ടിച്ചില്ലേ. അപ്പൊ ാണ് അതും യൂസഫ് നബി അലൈഹി സ്വലാമിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നത്. ഇവൻ മോഷ്ടിച്ചതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല, മുമ്പ് എന്റെ സഹോദരൻ മോഷ്ടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് യൂസഫ് നബി അലൈഹി സ്വലാമിനോട് തന്നെയാണ് അല്ലെ. അപ്പം നോക്കണം, അധികാരം ഉണ്ട്, ശിക്ഷിക്കാനുള്ള പവർ ഉണ്ട് അല്ലെ, ആ അധികാരം ഉണ്ട്, നല്ല സ്ഥാനവും എല്ലാം ഉണ്ട്. എന്നിട്ട് പോലും യൂസഫ് നബി അലൈഹി സ്വലാം ആ ഒരു വിഷമം വിഴുങ്ങുക ചെയ്ത അല്ലെ, അതും പുറത്തേക്ക് കൊണ്ടുവന്നിട്ടില്ലേ. അപ്പം ആ ഒരു എക്സാമ്പിൾ നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ. എല്ലാവരോടും വിട്ടുവീഴ്ച ചെയ്തു കൊടുത്ത് മാപ്പോട് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ മാപ്പ് കൊടുക്കാതെ നമ്മുടെ മനസ്സിൽ ഇത് ഇട്ട് കൊടുക്കുന്നതോളം ആ ഒരു വ്യക്തിക്ക് അല്ലാതെ കുഴപ്പം വരിക നമ്മൾക്ക് തന്നെയാണ്, നമ്മുടെ ഹൃദയം തന്നെയാണ്
എന്താ പറയാ ആ ഒരു കാരണം കൊണ്ട് സ്വന്തം ഹൃദയത്തെ നമ്മൾ പീഡിപ്പിക്കുന്നത് അല്ലെ. അപ്പം കഴിവതും ഈ പറഞ്ഞ പോലെ നമുക്ക് എന്താ വിട്ടുവീഴ്ച അത് ചെയ്യാൻ പഠിക്കണം അല്ലെ. നാളെ ഒരു അവസരത്തിനായിട്ട് നമ്മള് പിന്നെ കാത്തിരിക്കേണ്ട കാര്യമില്ല. ആരെങ്കിലും ഇത് പറയുന്നുണ്ടോ? അല്ല പറഞ്ഞു കഴിഞ്ഞാല് നസ്രീത്തെ കുറിച്ച് പറയാന്ന് പറഞ്ഞിട്ടുണ്ടേനി. എന്തായാലും ഓരോ മരുന്ന് പറഞ്ഞു തന്നിട്ടില്ല. പക്ഷെ അസൂയക്ക് അല്ലെ, അസൂയക്ക് ഒഴികെ അങ്ങനെ അസൂയ പിന്നീട് എന്താ, ഒരു വ്യക്തിയോടുള്ള അസൂയ പിന്നീട് ആ വ്യക്തിയോടുള്ള അമർഷത്തിലേക്ക് നയിക്കും അല്ലെ. നമുക്കറിയാം ബനൂ ഇസ്രായേലിന്റെ സംഭവം തന്നെ. ആദ്യം അവർക്ക് അസൂയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. പിന്നീട് അത് അമർഷത്തിലേക്ക് അല്ലെങ്കിൽ ദേഷ്യത്തിലേക്ക് വഴിമാറുക ചെയ്യുക. അപ്പൊ ചെയ്യാനുള്ളത് അവരിൽ നിന്ന് ശരണം തേടി രക്ഷയും. അപ്പൊ അതുകൊണ്ട് ഒരുവിധം എല്ലാവർക്കും ഹൃദയം ശുദ്ധമായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. നമ്മളോട് ആരെന്ത് ദ്രോഹം ചെയ്താലും അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാനും, അവർക്ക് ആ പിന്നീട് നമ്മുടെ ഉള്ളിൽ ആ ഒരു ദേഷ്യം വന്നു കഴിഞ്ഞാലും അല്ലെ, അത് ഒളവായിട്ട് മാറാൻ അത് വിഴുങ്ങുക അല്ലെ, ആ ഓയിലിനെ വിഴുങ്ങിയിട്ട് ഒളവാകാതെ മാറാന് ഞാനടക്കം ഇൻഷാ അല്ലാഹ് ശ്രമിക്കേണ്ടതുണ്ട്. അപ്പൊ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.